ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കാറുണ്ടല്ലേ? മാതാപിതാക്കളും മക്കളും ബന്ധുക്കളുമൊക്കെ ഒന്നിച്ച ദിവസങ്ങൾ. എത്ര മനോഹരമായിരുന്നു ഓരോ വീടുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ആ പഴയ കളിയും ചിരിയുമൊക്കെ വീണ്ടെടുത്ത നിമിഷം. എന്നാൽ എവിടെയൊക്കെയോ ചെറിയ അസ്വാരസ്യങ്ങൾ കണ്ടു. ഓണപ്പൂക്കളമിട്ട ചില വീടുകളിൽ നിന്ന് പിന്നീട് ഉയർന്നത് പൂക്കളുടെ ഗന്ധമല്ല, ചോരയുടെ മണമാണ്. ആഘോഷത്തിൻ്റെ അലയൊലി മുടങ്ങിയ വീടുകളിൽ നിന്നാണ് നിലവിളി ശബ്ദം. തിരുവനന്തപുരം കാര്യവട്ടത്ത് അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസും കോട്ടയം മുണ്ടക്കയത്ത് യുവാവ് ഭാര്യയെയും ഭാര്യാമാതാവിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ജീവനൊടുക്കിയതും ഈ ചതയ ദിനത്തിലാണ്. ഇതോടൊപ്പം കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിന് പുറമെ പീച്ചിയിലെ പോലീസ് അതിക്രമവും ആഭ്യന്തര വകുപ്പിന് നാണക്കേടാകുന്നു. ആ കേസുകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അമ്മയുടെ നല്ല സ്വഭാവവും അച്ഛൻ്റെ ദുശീലങ്ങളും മക്കളെ സ്വാധീനിക്കാറുണ്ടെന്ന് കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാവുന്നവർ പറയാറുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടത്തെ ഉല്ലാസ് എന്ന ചെറുപ്പക്കാരൻ അച്ഛനെ കണ്ടാണ് വളർന്നത്. എല്ലാ ദിവസവും അച്ഛൻ മദ്യപിച്ച് വീട്ടിലെത്തി ബഹളമുണ്ടാക്കും. മകൻ വളർന്നതോടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അവനും അല്പം മദ്യം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. അമ്മ എതിർത്തിട്ടും കാര്യമുണ്ടായില്ല. പിന്നീട് അച്ഛനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും. കള്ളു കുടിച്ച് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ പരസ്പരം തമ്മിലടി. ഞായറാഴ്ച അവധിയായതിനാൽ രാവിലെ മുതൽ ഇരുവരും മദ്യപാനം തുടങ്ങി. അതിനിടെ വാക്കുതർക്കവും ഒച്ചപ്പാടും കേട്ടെങ്കിലും അത് പതിവ് പോലെയുള്ള ബഹളമെന്നാണ് നാട്ടുകാരെല്ലാം കരുതിയത്. എന്നാൽ വാക്കേറ്റത്തിനിടെ മകനെ ഉണ്ണികൃഷ്ണൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പോത്തൻകോട് പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 8 മണിയോടെ കാര്യവട്ടം സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭാര്യയോട് മകൻ ഉല്ലാസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായി അറിയിച്ചത്. തുടർന്ന് അമ്മ ഉഷ വീടിനുള്ളിൽ കയറിയതോടെ ഹാളിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ മകന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോത്തൻകോട് പോലീസിനെ വിവരമറിയിച്ചു. ആ മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിൽ അത് വാക്കേറ്റമായി മാറുകയും പിന്നീടത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ നായർ മകനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലവിലെ കണ്ടെത്തൽ. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന് സാഹചര്യം ഉളവാക്കിയതായി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മദ്യലഹരിയിൽ അച്ഛനും മകനും തമ്മിൽ നടത്തിയ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തിയത്. പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇരുവരും തമ്മിൽ മദ്യപിച്ച് വാക്കുതർക്കമുണ്ടാകുന്നത് പതിവായിരുന്നെന്നും സമാനമായ തർക്കം കഴിഞ്ഞ ദിവസം പ്രകോപനത്തിലേക്ക് നയിച്ചെന്നും വെളിപ്പെടുത്തി. ക്രൂരമായ കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുറപ്പിക്കാൻ പോത്തൻകോട് പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സമയം രാവിലെ 11:50. കോട്ടയം മുണ്ടക്കയത്തിന് സമീപം പുഞ്ചവയൽ എന്ന കൊച്ചു ഗ്രാമം വിറങ്ങലിച്ച നേരം. ഞായറാഴ്ചയായതിനാൽ നാട്ടുകാരെല്ലാം വീട്ടിലുണ്ട്. അപ്പോഴാണ് അയൽ വീട്ടിൽ നിന്ന് വലിയൊരു നിലവിളി ശബ്ദം കേട്ടത്. ആളുകളെല്ലാം ഓടിക്കൂടിയപ്പോൾ പുഞ്ചവയൽ സ്വദേശി സൗമ്യയും അമ്മ ബീനയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം യുവാവ് ഓടി രക്ഷപ്പെട്ടു. പ്രതി പ്രദീപിനായി പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തുമ്പോൾ അയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. മകളുടെ സംരക്ഷണ ചുമതലയുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിലും തുടർന്നുള്ള ആത്മഹത്യയിലും കലാശിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദീപും ഭാര്യ സൗമ്യയും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. മകളുടെ സംരക്ഷണ ചുമതലയുമായി ബന്ധപ്പെട്ട തർക്കം പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ മുണ്ടക്കയം പോലീസ് ഇരുവിഭാഗത്തെയും വിളിച്ചു വരുത്തി തർക്കങ്ങൾക്ക് പരിഹാരവും നിർദ്ദേശിച്ചിരുന്നു.
ഇത് അംഗീകരിച്ച് പുറത്തുപോയതിനു പിന്നാലെയാണ് ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയും വീട്ടിൽ കയറി പ്രദീപ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പുഞ്ചവയൽ സ്വദേശി സൗമ്യ, അമ്മ ബീന എന്നിവർക്കാണ് പ്രദീപിന്റെ അക്രമത്തിൽ പരിക്ക് പറ്റിയത്. രാവിലെ 11:30 സംഭവം. ഇതിനു പിന്നാലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ പ്രദീപിനെ വൈകുന്നേരത്തോടെ വീടിന് 5 കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുണ്ടക്കയം പോലീസ് പ്രതിക്കായി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് വൈകുന്നേരത്തോടെ മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പ്രദീപിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. അക്രമത്തിൽ പരിക്കേറ്റ സൗമ്യയും അമ്മ ബീനയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരുടെയും ആരോഗ്യനില ഗുരുതരമല്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 കോട്ടയം. കാസർഗോഡ് പനത്തടിയിലെ നീനുമോൾക്ക് ഈ തിരുവോണം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഓണക്കോടിക്ക് പകരം അച്ഛൻ അവൾക്ക് നൽകിയത് ഒരിക്കലും മായ്ക്കാനാകാത്ത മുറിവാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് സ്വന്തം മകളെ അച്ഛൻ മനോജ് ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മകൾക്ക് പുറമെ ബന്ധുവായ 10 വയസ്സുകാരിക്ക് നേരെയും ഇയാൾ ആസിഡ് ആക്രമണം നടത്തിയിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി മനോജിനെ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലാണ് പ്രതി 2 കുട്ടികൾക്ക് നേരെയും ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്ന മനോജ് അതിൻ്റെ പകയിൽ നടത്തിയ ആക്രമണമെന്നാണ് സൂചന. തിരുവോണ ദിനത്തിൽ കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയായ പനത്തടി ഉണർന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായാണ്. സ്വന്തം മകളെ തന്നെ അച്ഛൻ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. കൂടാതെ ഭാര്യ സഹോദരന്റെ 10 വയസ്സുള്ള മകൾക്ക് നേരെയും ആസിഡ് ആക്രമണമുണ്ടായി. കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് രാജപുരം പോലീസ് പറയുന്നു. കർണാടക കരിക്കൈ ആനപ്പാറയിലെ KC മനോജാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യം നടത്തിയത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. വധശ്രമം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആസിഡ് ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് പാറക്കടവിലെ ഒരു വീട്ടിൽ നിന്നും അറസ്റ്റിലായത്. രാജപുരം പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാണത്തൂർ പാറേക്കടവിൽ 5 രാവിലെ 10 മണിയോടെയാണ് സംഭവം. പ്രതിയുടെ മകളായ കർണാടക കരിക്കൈ സ്വദേശിനി 17 വയസ്സുകാരി KM നീനുമോൾ, ഭാര്യ സഹോദരൻ പാറക്കടവിലെ മോഹനിന്റെ മകൾ 10 വയസ്സുകാരി M മനിയ എന്നിവർക്ക് നേരെയായിരുന്നു ആസിഡ് ആക്രമണമുണ്ടായത്. ഇവരുടെ പാറക്കടവിലെ വീട്ടിലായിരുന്നു നീനു താമസിച്ചിരുന്നത്. വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന ആസിഡ് കുട്ടികളുടെ ദേഹത്ത് ഒഴിക്കുകയായിരുന്നു. മനോജും ഭാര്യയും കുറച്ചുകാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാലാണ് ഭാര്യ മാറി താമസിച്ചിരുന്നത്. ഇതിനെ തുടർന്നുണ്ടായ വിരോധമാണ് സ്വന്തം മകളുടെയും സഹോദരന്റെ 10 വയസ്സുള്ള മകളുടെയും ദേഹത്ത് ഇയാൾ ആസിഡ് ആക്രമണം നടത്താൻ കാരണം. കൈകൾക്കും കാലുകൾക്കും പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ പരിക്കുകൾ ഗുരുതരമല്ല. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യലഹരിയിലാണ് ഇയാൾ 2 കുട്ടികൾക്ക് നേരെയും ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ഈ നാട്ടിൽ നീതി തേടി ഒരാൾക്കും പോലീസ് സ്റ്റേഷനുകളിൽ പോകാൻ പോലും ഇപ്പോൾ ഭയമാണ്. വാദിയെ പ്രതിയാക്കുന്ന പോലീസുകാർ. അവർക്ക് കലിപ്പ് തോന്നിയാൽ ചിലപ്പോൾ വ്യാജ പോക്സോ കേസിൽ പോലും കൊടുക്കും. തൃശൂർ പീച്ചിയിലെ ഒരു ഹോട്ടൽ ഉടമയും കുടുംബവും 2 വർഷം മുൻപ് അനുഭവിച്ച കഥ പോലീസ് നേർവാഴ്ചയുടെ തെളിവാണ്. ഹോട്ടലിലുണ്ടായ ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് പീച്ചി പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് ഔസേപ്പും മകൻ പോളും. എന്നാൽ ഹോട്ടലിൽ ആക്രമണം നടത്തിയ യുവാവിന് വേണ്ടി പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ നോക്കി. ഔസേപ്പും കൂട്ടരും വഴങ്ങില്ലെന്ന് കണ്ടതോടെ മകൻ പോളിനെ പോക്സോ കേസിൽ കുടുക്കുമെന്ന് വരെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നീട് കേസ് ഒതുക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതായും പരാതിക്കാരൻ പറയുന്നു. പോലീസ് അതിക്രമം സംബന്ധിച്ച് കമ്മീഷണർക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്.
മെയ് 24 തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ മാനേജരെയാണ് PCSI ആയിരുന്ന PM രതീഷ് മർദ്ദിച്ചത്. SI ഫ്ലാസ്ക് കൊണ്ട് തല്ലാൻ ശ്രമിച്ചെന്നും ശേഷം മുഖത്തടിച്ചുവെന്നും ഹോട്ടൽ ഉടമ ഔസേപ്പ് പറഞ്ഞു. ഇത് ചോദിക്കാൻ ചെന്ന തന്റെ മകനെയും ലോക്കപ്പിലിട്ടുവെന്ന് ഔസേപ്പ് പറഞ്ഞിരുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ നൽകിയ പരാതിക്ക് പിന്നാലെയായിരുന്നു മർദ്ദനം. ഭക്ഷണം മോശമാണെന്ന് പരാതി പറഞ്ഞ ദിനേശൻ എന്നയാൾക്ക് പണം നൽകിയില്ലെങ്കിൽ വധശ്രമത്തിനും പോക്സോയും ചുമത്തി ജാമ്യം കിട്ടാത്ത വിധം ജയിലിൽ അടയ്ക്കുമെന്നും അതൊഴിവാക്കാൻ പണം നൽകി സെറ്റിൽമെന്റ് നടത്തണമെന്നും SI ആവശ്യപ്പെട്ടു എന്നാണ് ഔസേപ്പ് പറയുന്നത്. ഹോട്ടൽ ജീവനക്കാർക്കെതിരെ കേസെടുക്കാതിരിക്കാൻ 5 ലക്ഷമാണ് ആവശ്യപ്പെട്ടത്. 3 ലക്ഷം പോലീസിനും 2 ലക്ഷം പരാതിക്കാരനും. പണം കൈമാറിയത് ഹോട്ടൽ ഉടമയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ്. ലോക്കപ്പ് മർദ്ദനത്തിന്റെയും വീട്ടിൽ വെച്ച് പണം നൽകുന്നതിന്റെയും എല്ലാം CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച തർക്കമാണ് ഈ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. കേസിൽ പോലീസ് വലിയ തോതിൽ ഒത്തുകളി നടത്തിയെന്നും ഗ്രേഡ് SI ജയേഷിന് തന്നോടുള്ള പൂർവ്വവൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്നും ഔസേപ്പ് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ 1.5 വർഷമായിട്ട് 23 ഡിസംബറിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവന്റെ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യോ പ്രൊമോഷൻ കട്ട് ചെയ്യോ സസ്പെൻഡ് ചെയ്യോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവനെ സംരക്ഷിക്കുക. അപ്പൊ നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത് ഇവന് എന്തോ സംഘടനയുടെ ഒക്കെ എന്തോ ഭയങ്കര പിടുത്തമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോ സംഘടനയിൽ ഉണ്ടെങ്കിൽ അവരിവനെ സംരക്ഷിക്കും എന്നാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ലെന്നും ഔസേപ്പ് പറയുന്നു. ലോക്കപ്പ് മർദ്ദനം സംബന്ധിച്ചും കൈക്കൂലി വാങ്ങിയതിനെ കുറിച്ചുമെല്ലാം വിശദമായ രീതിയിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന് പരാതി നൽകിയതാണ്. ആരോപണ വിധേയനായ SI PM രതീഷിന് 1 മാസത്തിനുള്ളിൽ സർക്കിൾ ഇൻസ്പെക്ടറായി പ്രമോഷൻ ലഭിക്കുകയും ചെയ്തു. ഇയാൾ ഇപ്പോൾ കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ്. വിവരാവകാശ പ്രകാരം CCTV ദൃശ്യങ്ങൾ നൽകാൻ അപേക്ഷ നൽകിയെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. അപേക്ഷ തള്ളുന്നതിന് മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ളവ പോലീസുകാർ ഉന്നയിച്ചു. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്നായപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ നൽകുന്നതും ഇപ്പോഴത് വിവാദമാകുന്നതും. ഇപ്പോൾ കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ SI ആണ് രതീഷ്. അവധിയിൽ പോയിരിക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അല്ല, അതിനെപ്പറ്റി നമുക്ക് ഇതുവരെ ഒന്നും റിപ്പോർട്ടോ മറ്റോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം. സംഭവങ്ങളെല്ലാം മറ്റ് ജില്ലകളാണ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കി അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. ന്യൂസ് 18 കൊച്ചി. കണ്ണിലും ശരീരത്തിലും പെപ്പർ സ്പ്രേ പ്രയോഗം. കാലിൻ്റെ വെള്ളം അടിച്ചു പൊട്ടിച്ചു. ചെവിയുടെ ഡയഫ്രം അടിച്ചു തകർത്തു. ഒറ്റ രാത്രി കൊണ്ട് നിരവധി കേസുകളിൽ പ്രതിയാക്കി. 3 മാസത്തിലധികം ജയിൽവാസം. കുന്നംകുളം PC കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് പിന്നാലെ 13 വർഷം മുൻപുള്ള കോന്നിയിലെ പോലീസ് ക്രൂരതയും ചർച്ചയാവുകയാണ്. മുൻ SFI നേതാവ് ജയകൃഷ്ണനാണ് UDF സർക്കാരിൻ്റെ കാലത്ത് താൻ നേരിട്ട ദുരിത കഥ വിവരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്. ആലപ്പുഴ DYSPയും കോന്നി മുൻ CIയുമായ മധു ബാബു മർദ്ദിച്ചതായാണ് പരാതി. കുറ്റക്കാരനായ മധുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തെങ്കിലും LDF സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടും അയാൾ ഉന്നത പദവിയിൽ തുടരുകയാണ്. ൽ നടന്ന കസ്റ്റഡി മർദ്ദനം വിവരിച്ചാണ് മുൻ SFI നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. SFI പത്തനംതിട്ട ജില്ലാ മുൻ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് താൻ നേരിട്ട മർദ്ദനത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആലപ്പുഴ DYSPയും കോന്നിയിലെ മുൻ CIയുമായിരുന്ന മധു ബാബുവിനെതിരെയാണ് പരാതി. കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു. കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തു. ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊളിച്ചുവെന്നും ജയകൃഷ്ണൻ ആരോപിക്കുന്നു. 2012 ജയകൃഷ്ണൻ SFI ഭാരവാഹിയായിരിക്കുമ്പോഴാണ് അന്നത്തെ കോന്നി CI മധു ബാബു ലോക്കപ്പ് മർദ്ദനത്തിനും 3ാം മുറയ്ക്കും വിധേയമാക്കിയത്. 6 മാസം താൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അന്നത്തെ ഭരണകൂടം തന്നെ 3 മാസത്തിലധികം ജയിലിൽ അടച്ചു. ഒറ്റ രാത്രി കൊണ്ട് തനിക്കെതിരെ നിരവധി കേസുകളെടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിലാണ്. എന്നെ 2012 ഒക്ടോബർ മാസം 12-ാം തീയതി വീട്ടിൽ വന്ന്
അറസ്റ്റ് ചെയ്യുകയും എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ മർദ്ദിക്കുകയും തുടർന്ന് എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കോന്നി പോലീസ് സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ കിടത്തി കാലിൻ്റെ വെള്ള അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ പെപ്പർ സ്പ്രേ ദേഹമാസകലിനും കണ്ണിലും പ്രയോഗിക്കുകയും അതുപോലെ തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയും അങ്ങനെ അതിബ്രൂട്ടലായിട്ടുള്ള ക്രൂരമായ മർദ്ദനത്തിന് മൂന്നാം മുറയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന് അത്ഭുതമായി തോന്നി ഇങ്ങനെ മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കേട്ടാൽ. എടുത്ത കേസുകളിലെല്ലാം പിന്നീട് വെറുതെ വിട്ടു. കഴിഞ്ഞ 14 വർഷമായി കോടതിയിൽ കേസ് നടത്തുകയാണ്. അന്നത്തെ പത്തനംതിട്ട എസ്പിയും നിലവിലെ ഐജിയുമായ ഹരിശങ്കർ കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധു ബാബുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തതാണ്. പോലീസ് സേനയ്ക്ക് തന്നെ മധു ബാബു അപമാനമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയില്ല. മധു ബാബു ഇന്നും പോലീസ് സേനയിൽ ശക്തമായി തന്നെ തുടർന്നു പോകുന്നു. ഇനി പരാതി പറയാൻ ആളില്ല. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത്? ആരാണ് ഇതിന്റെ പിന്നിലെന്നും മുൻ SFI നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. മലയാളികളെല്ലാം ഓണം നന്നായി ആഘോഷിച്ചു കാണും അല്ലേ? ഇത്തവണത്തെ ഓണം കളറായിരുന്നോ എന്ന് ബിവറേജസ് കോർപ്പറേഷൻ്റെ കണക്ക് പുറത്തു വന്നാൽ മനസ്സിലാകും. എന്നാൽ പാലക്കാട് കൊല്ലംകോട്ടെ 3 ചേട്ടന്മാർ ഓണം ആഘോഷിക്കാൻ ബിവറേജസിൽ മോഷ്ടിക്കാൻ കയറി. ഭിത്തി തുറന്ന് അകത്ത് കയറിയ സംഘം 6 ലിറ്ററിൻ്റെ മദ്യക്കുപ്പികൾ ചാക്കുകളിൽ നിറച്ചാണ് പുറത്തു കടന്നത്. ആഘോഷമൊക്കെ കഴിഞ്ഞതോടെ 3 പേരും ജയിലിലുമായി. കൊല്ലംകോട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ 2:30 മോഷണം നടന്നത്. ഭിത്തി തുരന്ന് അകത്ത് കയറിയ മോഷ്ടാക്കൾ മദ്യക്കുപ്പികൾ ചാക്കുകളിൽ നിറച്ച് പുറത്തേക്ക് കടന്നു. മദ്യവിൽപ്പന കേന്ദ്രത്തിൽ കളക്ഷൻ തുക ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും മദ്യം മാത്രമാണ് അവർ എടുത്തത്. പിറ്റേന്ന് രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്നതായി അറിയുന്നതും കൊല്ലംകോട് പോലീസിനെ അറിയിക്കുന്നതും. വടക്കുഭാഗത്തായി വരുന്ന പിൻഭാഗത്തെ ചുമർ പൊളിച്ച് അകത്ത് കടന്നതിനു ശേഷം ചില്ലറ വിൽപ്പന കേന്ദ്രത്തിലെയും പ്രീമിയം കൗണ്ടറിലെയും വില കൂടിയ മദ്യമാണ് ഏറെയും മോഷ്ടിച്ചത്. 2.5 ലക്ഷത്തോളം രൂപയുടെ മദ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ബീവറേജസ് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി. എന്നാൽ ഷോപ്പിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു. താഴത്തെ നിലയിലാണ് ചില്ലറ വിൽപ്പന കേന്ദ്രം. പ്രീമിയം കൗണ്ടർ പ്രവർത്തിക്കുന്നത് മുകളിലത്തെ നിലയിലും. ഇരുഭാഗത്തു നിന്നും മദ്യം എടുത്തിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ബീവറേജസ് കോർപ്പറേഷനിലെ CCTV ദൃശ്യത്തിൽ ഒരാൾ മാത്രമാണ് പതിഞ്ഞതെങ്കിലും വിശദമായ അന്വേഷണത്തിലാണ് സംഘത്തിൽ 3 പേരുണ്ടെന്ന് വ്യക്തമായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് പ്രതികൾ പിടിയിലായത്. മോഷ്ടിച്ച മദ്യം കിട്ടിയ വിലയ്ക്ക് വിറ്റുതീർത്തെന്നും 2200 രൂപയുടെ ഒരു കുപ്പി കുടിച്ചതായും പ്രതികൾ പോലീസിന് മൊഴി നൽകി. പാലക്കാട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമവും ചട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നടി നവ്യ നായർക്ക് സംഭവിച്ചതുപോലുള്ള 8ന്റെ പണി ചിലപ്പോൾ കിട്ടിയേക്കാം. മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായരിൽ നിന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ വിമാനത്താവള അധികൃതർ ചുമത്തിയത് 1 ലക്ഷം രൂപയിലേറെ പിഴയാണ്. വെറും 15 സെന്റിമീറ്റർ മുല്ലപ്പൂവ് കൈവശം കരുതിയതിനാണ് നടിയുടെ പക്കൽ നിന്ന് വൻതുക പിഴ ഈടാക്കിയത്. നവ്യ തന്നെയാണ് തനിക്കുണ്ടായ അനുഭവം ഒരു ചടങ്ങിൽ തുറന്നു പറഞ്ഞത്. മുല്ലപ്പൂ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയയിലെ ജൈവ സുരക്ഷാ നിയമപ്രകാരം കുറ്റകരമാണ്. വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനായാണ് നവ്യ നായർ ഓസ്ട്രേലിയയിലേക്ക് പോയത്. ഈ പരിപാടിയിൽ സംസാരിക്കവേ നവ്യ തനിക്ക് വിമാനത്താവളത്തിലുണ്ടായ അനുഭവം സദസ്സുമായി പങ്കുവച്ചു. മുല്ലപ്പൂ കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുൻപ് അച്ഛൻ വാങ്ങി നൽകിയതാണ് മുല്ലപ്പൂ. അത് 2 കഷ്ണമായി മുറിച്ചു. കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ 1 കഷ്ണം മുടിയിൽ അണിയാൻ അച്ഛൻ പറഞ്ഞു. സിംഗപ്പൂർ എത്തുമ്പോഴേക്ക് അത് വാടിപ്പോകും. സിംഗപ്പൂരിൽ നിന്ന് അണിയാനായി 2ാമത്തെ കഷ്ണം ഹാൻഡ് ബാഗിൽ കരുതി. എന്നാൽ താൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണെന്ന് അറിയില്ലായിരുന്നു. അറിയാതെ ചെയ്ത തെറ്റാണ്. അറിവില്ലായ്മ ഒഴികഴിവല്ല എന്നും തനിക്കറിയാം. 15 സെന്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് കൃഷി വകുപ്പ് അധികൃതർ $1980 ഓസ്ട്രേലിയൻ
അതായത് 1.25 ലക്ഷം ഇന്ത്യൻ രൂപയാണ് നവ്യയിൽ നിന്ന് പിഴ ഈടാക്കിയത്. തിരുവോണ ദിവസമായിരുന്നു നവ്യയുടെ ഓസ്ട്രേലിയൻ യാത്ര. താൻ മെൽബണിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വിമാനത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. മുല്ലപ്പൂ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയയുടെ ജൈവ സുരക്ഷാ നിയമപ്രകാരം കുറ്റകരമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളുമെല്ലാം ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയോ രോഗങ്ങളെയോ കൂടി കൊണ്ടുവരുമെന്നതിനാലാണ് നിയമം കർശനമാക്കിയത്. ഇത്തരം സൂക്ഷ്മജീവികൾ ഓസ്ട്രേലിയയിലെ കൃഷി, വനം തുടങ്ങിയവയെ നശിപ്പിക്കാൻ കാരണമാവുകയും തദ്ദേശീയമായ സസ്യജന്തുജാലങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യുമെന്നതിനാലാണ് ഈ നിയമം കർശനമായി നടപ്പാക്കുന്നത്. ന്യൂസിലാൻഡ്, US, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും കർശനമായ ബയോസെക്യൂരിറ്റി നിയമങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരു സ്ത്രീയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചാലുള്ള നിയമ നടപടിയെക്കുറിച്ച് ഒരുപക്ഷെ പലർക്കും വ്യക്തമായ അറിവുണ്ടാകില്ല. എന്നാൽ ഇത്തരം ഒരു കേസിൽപ്പെട്ടാൽ പിന്നെ അത്ര വേഗം അതിൽ നിന്ന് ഊരാൻ കഴിയില്ല കേട്ടോ. മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അധിക്ഷേപിച്ച സംവിധായകൻ സനൽകുമാർ ശശിധരനെ പിന്നെ നാട്ടിൽ കണ്ടിട്ടില്ല. സംഭവത്തിന് ശേഷം വിവിധ വിദേശ രാജ്യങ്ങളിലായിരുന്ന സംവിധായകനെതിരെ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതാണ്. കേസും പ്രശ്നങ്ങളുമൊക്കെ ഒന്നടങ്ങിയെന്ന് കരുതി നാട്ടിലേക്ക് തിരിച്ചതാണ് സനൽകുമാർ. ദേ അപ്പോഴേക്കും മുംബൈ വിമാനത്താവളത്തിൽ സംവിധായകനെ തടഞ്ഞു വെച്ചിരിക്കുന്നു. പോലീസിൻ്റെ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്നാണ് നടപടി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സനൽകുമാർ ശശിധരൻ തന്നെയാണ് താൻ കസ്റ്റഡിയിലാണെന്ന വിവരം പുറത്തുവിട്ടത്. കഴിഞ്ഞ ജനുവരിയിൽ പ്രമുഖ മലയാള നടിയെ സോഷ്യൽ മീഡിയയിലൂടെ ശല്യം ചെയ്തതിന് എളമക്കര പോലീസ് സനലിനെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ പോലീസ് കേസെടുക്കുമ്പോൾ സനൽ അമേരിക്കയിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നതിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. ഇതിന്റെ തുടർ നടപടിയായാണ് സനൽകുമാറിനെ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. ഞായറാഴ്ചയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞത്. കൊച്ചി എളമക്കര പോലീസ് ഉടൻ മുംബൈയിലെത്തി സംവിധായകനെ കസ്റ്റഡിയിലെടുക്കും. തുടർന്ന് സനലിനെ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചു. ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. മഞ്ജു വാര്യരുടെ പരാതിയിലാണ് നടപടിയെന്നും കമ്മീഷണർ പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ലുക്കൌട്ട് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. നമ്മൾ കസ്റ്റഡിയിലെടുക്കും, എടുത്തിട്ട് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തിട്ട് ശേഷം അത് എലമക്കര കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ തടഞ്ഞു വെച്ചത്. ബാക്കി നമ്മൾ നടപടി അതിനനുസരിച്ച് എടുക്കും. തന്നെ തടഞ്ഞുവെച്ച കാര്യം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ സനൽകുമാർ ശശിധരൻ സ്ഥിരീകരിച്ചു. കേരള പോലീസ് തന്നെ പിടികൂടാൻ ഫ്ലൈറ്റ് പിടിച്ചുവരുന്നത് അസ്വാഭാവികമാണെന്ന് മനസ്സിലാക്കാൻ അധികം നിയമപരിജ്ഞാനമൊന്നും ആവശ്യമില്ല. തന്റെ ഫോൺ പിടിച്ചുവാങ്ങി. എന്തടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കിംഗ് കേസ് എന്നറിയില്ലെന്നും തനിക്കെതിരെ കള്ളക്കേസെടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വിവിധ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് തുറന്ന കത്ത് എന്ന രീതിയിൽ മറ്റൊരു പോസ്റ്റും അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നു. മുഖ്യപ്രതി സുജിത്തിന്റെ കൂട്ടാളികളെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ ഊർജിതമാണ്. എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലെ 3.5 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. പ്രതികളിൽ ചിലർ അടുത്തിടെ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറി രേഖകൾ കവർച്ച ചെയ്യാൻ ശ്രമിച്ചതായും തെളിഞ്ഞിട്ടുണ്ട്. തട്ടിപ്പ് പണം ആഡംബര ജീവിതം നയിക്കാനും വിദേശയാത്രകൾക്കുമായാണ് ചിലവഴിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കേസിൽ അറസ്റ്റിലായ സുജിത്ത് 2018 മുതൽ തട്ടിപ്പ് നടത്തിവരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തട്ടിപ്പിൽ കമ്പനി സ്റ്റാഫുകളായ ചിലരുടെയും അസോസിയേറ്റുകളുടെയും പങ്കാളിത്തവും സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ആഡംബര ജീവിതം, വിദേശയാത്രകൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുകയും പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ച ഇവർ നേടുകയും ചെയ്തു. പ്രധാന പ്രതി സുജിത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അസോസിയേറ്റ് ബിജോ ജോസ് എംബറർ CGI എന്ന സ്ഥാപനവും കമ്പനിയിലെ സ്റ്റാഫ് ഗോഡ്സൺ ദേവസി, അസോസിയേറ്റ് കിഷോർ കുമാർ, റെയ്മോൾ എന്നിവരുമായി ചേർന്ന് ഫ്ലൈവിസ് ഓവർസീസ് എന്ന സ്ഥാപനവുമാണ് ആരംഭിച്ചത്. കൂട്ടുപ്രതികളിൽ ഒരാളായ റനീഷ് ഗോവിന്ദ് തൃശൂരിലെ കേരള നെസസിറ്റി കോഓപ്പറേറ്റീവ് അഗ്രോ പ്രോസസിംഗ് സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുമ്പോൾ സ്ഥാപനത്തിൽ രേഖപ്പെടുത്തിയ സംശയാസ്പദമായ വളർച്ചയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രേഖകളിൽ കൃത്രിമം കാണിച്ച കമ്പനിക്ക് വരുമാനമില്ലെന്ന് കാട്ടിയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടുകളും ബാങ്ക് ഇടപാടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർ രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇവരുടെ ബാങ്ക് വിവരങ്ങളും മറ്റും പോലീസ് ശേഖരിച്ചു. കമ്പനിയുമായി സഹകരിച്ചിരുന്നവരും തട്ടിപ്പിന് കൂട്ടുനിന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇവരുടെയെല്ലാം അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ സുജിത്ത് പണം അയച്ചിരുന്നു. തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ പിടിയിലാകുമെന്ന് മനസ്സിലായ സുജിത്ത് മാനേജ്മെന്റിനോട് തുറന്നു സമ്മതിക്കുകയും പണം തിരികെ നൽകാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ ഇതും നടന്നില്ല. തുടർന്നാണ് സ്ഥാപനമുടമ പോലീസിൽ പരാതി നൽകുന്നത്. കേസിലെ 13 പ്രതികളിൽ 4 പേർ കമ്പനി സ്റ്റാഫുകളാണ്. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് എറണാകുളം സൗത്ത് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ തൊഴിൽ തേടിയെത്തുന്ന ഇതര സംസ്ഥാനക്കാരിൽ പലരും ലഹരിക്ക് അടിമകളാണ്. പിന്നീട് അവർ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ ഈ നാടിൻ്റെ സ്വൈര്യ ജീവിതം പോലും തകർക്കുന്ന കാഴ്ച. ഇതര സംസ്ഥാനക്കാർക്ക് വേണ്ടി മാത്രം ലഹരി എത്തിക്കാൻ വൻ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളത്ത് 50 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവ് പിടികൂടിയത് ബംഗാൾ സ്വദേശികളിൽ നിന്നാണ്. പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പൂക്കാട്ടുപടി ഭാഗത്ത് വെച്ചാണ് ബംഗാൾ രജിസ്ട്രേഷനിലുള്ള ആഡംബര കാറിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി 3 പേരെ പിടികൂടിയത്. എറണാകുളം മലയിടം തുരുത്ത് ബാവപ്പടിയിലായിരുന്നു കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കായി കാറിൽ കടത്തിക്കൊണ്ടുവന്ന 90 കിലോ കഞ്ചാവാണ് പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും തടിയിട്ടപ്പറമ്പ് പോലീസും ചേർന്ന് പിടികൂടിയത്. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ ആഷിഖ് ഇക്ബാൽ, സോഹൽ റാണ, നാദിയ സ്വദേശി ആലംഗീർ സർദാർ എന്നിവരെയാണ് കഞ്ചാവുമായി പോലീസ് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ച കാറിന്റെ ഡിക്കിയിലും സീറ്റിലുമായി 4 ചാക്കുകളിലായാണ് 90 കിലോ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പിടിച്ചെടുത്ത കഞ്ചാവിന് 50 ലക്ഷം രൂപ വിലമതിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ബംഗാളിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ് അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുക എന്നതാണ് പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി. കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് 22 ഗ്രാം മെത്താംഫെറ്റമിൻ പിടിച്ചെടുത്തു. ബാംഗ്ലൂർ എറണാകുളം പാതയിലോടുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് മാരക മയക്കുമരുന്ന് പിടിച്ചത്. പാലക്കാട് IBയും വാളയാർ ചെക്ക് പോസ്റ്റ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നടപടി. മെത്താംഫെറ്റമിൻ കടത്താൻ ശ്രമിച്ച എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി നിതീഷ് ജോണിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ മാടായിപ്പാറയിൽ ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസ്. വിദ്യാർത്ഥിനി വിഭാഗമായ GIOയുടെ 30 പ്രവർത്തകർക്കെതിരെയാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. വിഷയം രാഷ്ട്രീയ ആയുധമാക്കിയ BJP ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടു. കാസർഗോഡ് നടന്ന ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ ഉഗ്രശബ്ദത്തിലുള്ള പടക്കം പൊട്ടിച്ചതിനും പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പോലീസ് സ്വമേധയാ കേസെടുത്തു. രമേശൻ, പവൻകുമാർ, സൂരജ്, ദിനേശൻ തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയും മതിയായ സുരക്ഷാ മാർഗങ്ങൾ എടുക്കാതെ ഉഗ്രശബ്ദത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തുവെന്ന് കാസർഗോഡ് ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് നബിദിന റാലിക്കിടയിൽ റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ടുവെന്ന പരാതിയിൽ 200 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. മാണിക്കോത്ത് ജമാഅത്ത് കമ്മിറ്റിയുടെയും ആറങ്ങാടി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്കിടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. റാലിക്കിടയിൽ കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷന് സമീപത്താണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതെന്ന് FIR-ൽ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം.
ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ ഹൈന്ദവ സംഘടനകളും BJPയും പ്രതിഷേധ മാർച്ച് നടത്തും. കൊല്ലം മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് RSS പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തത്. എന്നാൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലഹരി കടത്താൻ മയക്കുമരുന്ന് മാഫിയ പലപ്പോഴും പുതിയ രീതികൾ പരീക്ഷിക്കാറുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ദീർഘദൂര ബസ്സുകളിലും നാഷണൽ പെർമിറ്റ് വാഹനങ്ങളിലുമൊക്കെയാണ് സാധാരണ MDMAയും കഞ്ചാവും ഒക്കെ എത്തിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന ഒഴിവാക്കാൻ ആംബുലൻസുകളിൽ പോലും ലഹരിക്കടത്ത് നടക്കുന്നു. കണ്ണൂർ തളിപ്പറമ്പയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആംബുലൻസ് ഡ്രൈവർ MDMAയുമായി പിടിയിലായത്. മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിലൊടുവിലാണ് മുസ്തഫയെ കുടുക്കാൻ കഴിഞ്ഞത്. കർണാടകയിലെ ആശുപത്രികളിൽ നിന്ന് രോഗികളുമായി വരുമ്പോൾ അവിടെ നിന്ന് MDMA നാട്ടിലെത്തിക്കുന്നതാണ് ഇയാളുടെ രീതി. കേരളത്തിലേക്ക് മാരക മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളൊരാളാണ് മുസ്തഫയെന്ന് പോലീസ് പറയുന്നു. പല ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ആംബുലൻസുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലീസ് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.